കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവസഭയെക്കുറിച്ചാണ്. ചർച്ച് ആസ് ആൻ എൻക്ലോസ്ഡ് ഗാർഡൻ, അതായിരുന്നു നാം കഴിഞ്ഞ ചില ആഴ്ചകളിൽ നാം ചിന്തിച്ചത്. മൂവിങ് ഫോർവേഡ്, മറ്റൊരു ഇമേജറി ചർച്ചിനെക്കുറിച്ച് പറയുന്നത് ചർച്ച് ആസ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ മണവാട്ടി സഭ. സഭ എന്ന് പറയുന്നത് ആസ് എ ബ്രൈഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ. 2 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം, 2 Corinthians chapter 11 verse 2 to 4. മതി. നാം ആ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം നോക്കുക. 2-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഐ ആം സെലസ് ഫോർ യു വിത്ത് ഗോഡ്ലി സെലസ് എന്നാണ് പറയുന്നത്. ഐ ആം സെലസ് ഫോർ യു വിത്ത് എ ഗോഡ്ലി ജലസി. അത് സെലസ് എന്ന വാക്കാണ് കുറച്ചും കൂടെ നല്ലത്. ജലസ് എന്നൊക്കെ പറയുമ്പോൾ അസൂയ അല്ലേ? അസൂയേക്കാൾ ഉപരി ഇതൊരു ഭയങ്കര അകത്തു നിന്ന് വരുന്ന ഒരു എരിവായത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. കാരണം എന്നെ ഇത് ഹേർട്ട് ചെയ്യാൻ കാരണം, പൗലോസ് അങ്ങനെ പറയുന്നത്. പൗലോസ് പറയുന്നത്, എൻ്റെ ഈ വികാരം ഈ അകത്ത് നിന്ന് ഡീപ്പ് വിത്തിൽ നിന്ന് വരുന്ന ഒരു വികാരമായത്. ഇതൊരു ചുമ്മാ ഒരു കാര്യം കാണുമ്പം ഒരു ഇമോഷണലായിട്ടുള്ള ഒരു എക്സ്പ്രഷനൊന്നുമല്ല. പൗലോസ് പറയുന്നത്, ദിസ് കംസ് ഡീപ്പ് വിത്തിൻ, എൻ്റെ അകത്ത് നിന്നും എനിക്ക് പിടിച്ചു നിർത്താൻ സാധിക്കാത്ത രീതിയിൽ വലിയ വേദനയോടുകൂടെ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കാര്യം അവിടെ പൗലോസ് പറയുന്നത്, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കൊരിന്തിലെ ചർച്ചിൻ്റെ ആത്മീയ പിതാവാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന ആശയത്തിലാണ് പൗലോസ് ഇതവിടെ പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഇപ്പം പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ഒത്തിരി ഗുരുക്കന്മാർ കാണും, നിങ്ങളെ വന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്, എന്നാൽ ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചു എന്നുള്ള ആത്മീക പിതാവിൻ്റെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഏൻഷ്യൻ ഈസ്റ്റേൺ കൾച്ചറിൽ എനിക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു. ഇപ്പം അവരുടെ വിവാഹമൊക്കെ എൻഗേജ്മെൻറ്റ് ചെയ്തു. ഇപ്പം ഒരു ഈസ്റ്റേൺ കൾച്ചറിലാണെന്ന് വരികിൽ ഇപ്പം എൻ്റെ പെൺമകളെ മറ്റൊരു പുരുഷനുമായി ഞാൻ വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉത്തരവാദിത്വമാണ് ആ വിവാഹം നടക്കുന്നതുവരെ എൻ്റെ പെൺമകളെ കീപ്പ് ചെയ്യാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ സഖ്യത ചെയ്ത, അവൾ ഒരു തീരുമാനമെടുത്ത ആ ഒരു യുവാവുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് വരെ, അന്നത്തെ സമയത്ത് ഏകദേശം 1 വർഷം എടുക്കും. ഇപ്പം പിന്നെ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ആ 1 വർഷം എടുക്കും. ആ ഒരു വർഷം ഷീ നീഡ് ടു ബി പ്യുവർ ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ദ ബിട്രോത്ഡ് പേഴ്സൺ. അതുവരെ അവളെ കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പിതാവിനുള്ളതാണ്. അത് നമുക്ക് വേദപുസ്തകത്തിൽ പല എക്സാമ്പിളിലും നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അല്ലെന്ന് വരികിൽ
മറ്റൊരു ആശയത്തിൽ പറഞ്ഞാൽ യഹൂദൻ്റെ പാരമ്പര്യം അനുസരിച്ച് യോഹന്നാന്റെ സുവിശേഷം ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 29. മണവാളൻ്റെ സ്നേഹിതൻ മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. മറ്റൊരു ചരിത്രം പറയുന്നത് മണവാളൻ്റെ സ്നേഹിതന്മാർ ഈ ബിട്രോത്ത് ചെയ്തിരിക്കുന്ന, എൻഗേജ്ഡ് ചെയ്തിരിക്കുന്ന ഈ യുവതിക്കുള്ള സംരക്ഷണം അവരൊരുക്കും. എന്നാൽ മണവാളൻ വരുന്ന ശബ്ദം മത്തായിയുടെ സുവിശേഷം 25 നാം അത് വായിക്കുന്നുണ്ട്. മണവാളൻ വരുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, മണവാളൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ തോഴ്മക്കാർക്ക്, ഈ സ്നേഹിതന്മാർക്ക് പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും അവർ മുക്തരാകും. ഈ ഒരു സംഭവം വെച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. അവിടെ പറയുന്നു, ഞാൻ ഒരു എരിവോടെ, ഐ ആം സെലസ് ഫോർ യു എന്ന് അവിടെ പറയുന്നത്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ആ പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. Exodus 20 verse 5. മതി. ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്? അവിടെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നിട്ട് പറയുന്നു, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ ഞാൻ സന്ദർശിക്കും. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 4-ാമത്തെ വാക്യം വായിച്ചേ. മതി. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, ഞാൻ തീഷ്ണതയുള്ള ദൈവം എന്ന് പറയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ നടുവിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു, ഐ വിൽ നോട്ട് ലെറ്റ് എനി അതർ ഗോഡ് ഷെയർ മൈ ഗ്ലോറി. എൻ്റെ മഹത്വം ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കത്തില്ല. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ജലസിയെക്കുറിച്ചാണ് പറയുന്നത്, ദൈവത്തിൻ്റെ എരിവിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ എരിവെല്ലാം നിൽക്കുന്നത് എവിടാന്നറിയാമോ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റാർക്കെങ്കിലും കൊടുക്കുന്നു എന്ന് വരികിൽ ദൈവം പറയുന്നു, അതിൻ്റെ നടുവിൽ ഞാൻ പ്രസാദിക്കത്തില്ല. അങ്ങനെയാണെന്ന് വരികിൽ നമ്മൾ പറയും, നമുക്ക് ബിംബങ്ങളൊന്നുമില്ല, നമുക്ക് വിഗ്രഹങ്ങളൊന്നുമില്ലെന്ന് നമ്മൾ പറയും. ഒന്ന് തിരിഞ്ഞു നോക്കിക്കുക, നമുക്കെന്തെങ്കിലും ഉണ്ടോ വിഗ്രഹങ്ങൾ? ദൈവത്തേക്കാൾ ഉപരിയായിട്ട് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ട് എന്ന് വരികിൽ അത് വിഗ്രഹ ആരാധനയാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ദൈവം അവിടെ പറയുന്നു, ഐ ആം സെലസ് അബൌട്ട് ഇറ്റ്. എൻ്റെ മഹത്വം ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കത്തില്ല. എനിക്ക് ലഭിക്കേണ്ട സ്ഥാനം ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കത്തില്ല. എനിക്ക് ലഭിക്കേണ്ട ബഹുമാനം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ മുൻപിൽ താണു വീണു വണങ്ങിക്കൊണ്ട് നീ ബുധനാണെന്നൊക്കെ പറഞ്ഞപ്പം പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെക്കാൾ ഒട്ടും ശ്രേഷ്ഠതയുള്ളവരല്ല. ഇന്ന് രാവിലെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എത്ര ബഹുമാനം നമുക്ക് ലഭിക്കുന്നു എന്ന് വരികിലും ഓർക്കുക, ഈ ബഹുമാനം ലഭിക്കുവാൻ കാരണം ഈ കഴുതപ്പുറത്ത് ഒരുത്തൻ കയറിയത് കൊണ്ടാണ് ഈ ബഹുമാനം ലഭിക്കുന്നത്. ഈ കഴുതപ്പുറത്ത് എൻ്റെ തമ്പുരാൻ കയറിയില്ലായിരുന്നു എന്ന് വരികിൽ എനിക്ക് ഈ ബഹുമാനം ലഭിക്കത്തില്ല എന്നുള്ള തിരിച്ചറിവ് ദൈവജനത്തിനുണ്ടാകേണ്ടത്. നന്നായി ഞാൻ പാട്ടുപാടും, ഞാനല്ല കേട്ടോ, നന്നായി പാട്ടുപാടുന്ന ഒരു വ്യക്തി
ആ വ്യക്തിക്ക് ലഭിക്കുന്ന ബഹുമാനം, ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് വരുമ്പം ആ വിഷയത്തിൽ ഞാൻ വരുന്നുണ്ട്, അതുകൊണ്ട് അധികം അവിടെ നിൽക്കുന്നില്ല. ആ വ്യക്തിക്ക് ലഭിക്കുന്ന ബഹുമാനം എവിടുന്നാണെന്നറിയാവോ? ആ താലന്ത എല്ലാവർക്കും താല്പര്യമല്ലേ? ആ താലന്ത് നൽകിയ ഒരുവനുണ്ട്, അവനാ മഹത്വം. ആ താലന്ത് നൽകിയ ഒരുത്തനുണ്ട്. എൻ്റെ ശുശ്രൂഷയിൽ വിടുതലുകൾ സംഭവിക്കുമ്പം ഒരുപക്ഷെ പാവപ്പെട്ട ജനം എന്നെ സ്തുതിച്ചെന്ന് വരാം. ആ സമയത്ത് ഞാൻ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എൻ്റെ ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത ഒരുവനായതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയിൽ വിജയം ലഭിക്കുമ്പം മഹത്വം കൊടുക്കേണ്ടത് എൻ്റെ ദൈവത്തിനാണ്. പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യം, ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വം നാം എടുക്കുമ്പോൾ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഇവ ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി എരിവോടെ ഞാൻ എരിയുകയാണ്. ഞാൻ എരിവോടെ എരിയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? എൻ്റെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അത് വായിച്ചു നോക്കിക്കേ. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്ക, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, ആ രണ്ടാമത്തെ വാക്യത്തിലേക്ക് ഞാൻ പുറകാലെ വരാം. പൗലോസ് അവിടെ പറയുന്നു, സാത്താൻ്റെ ഡിസെപ്റ്റീവ് നേച്ചർ നാം തിരിച്ചറിയണം. അവിടെ പറയുന്നു, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഏദനിൽ ഉപായത്താൽ ഹവ്വയെ സർപ്പം ചതിച്ചതുപോലെ. ഹവ്വയെ എങ്ങനെയാണ് ചതിച്ചത്? ഹവ്വായോട് പറഞ്ഞോ ദൈവത്തോട് റിബല് ചെയ്യാൻ? ഹവ്വായോട് പറഞ്ഞോ? ഇല്ല. ഹവ്വായോട് പറഞ്ഞത് എന്തുവാ? ഈ പഴം സൂപ്പറാ, ഇത് നല്ല സുന്ദര സാധനമാണ്, ഇതുവരെ ആരും കഴിച്ചിട്ടില്ല, ഇത്രയേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ഹവ്വായോട് പറഞ്ഞത് ഇത് പറിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അവൾക്കൊരു സംശയം ഇട്ടുകൊടുക്കുക, അവളുടെ ഹൃദയത്തിൽ ഒരു സംശയം ഇട്ടുകൊടുക്കുക, ഇത് നീ കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാകും. ഇപ്പം ബേസിക്കലി അവിടെ ചെയ്തത് എന്താണെന്നറിയാമോ? ഹവ്വായോട് സാത്താൻ ഒരു കള്ളം പറയുകയായിരുന്നു, അല്ലേ? യു വിൽ നോട്ട് ഷുവർലി ഡൈ, യു വിൽ നോട്ട് ഷുവർലി ഡൈ എന്ന ഈ സർപ്പം ഹവ്വായോട് പറഞ്ഞത്, നീ നിശ്ചയമായും മരിക്കുകയില്ല. അതൊരു ഹാഫ് ട്രൂത്താണ്, അതൊരു എൻറ്റൈസിങ് ഡിസെപ്ഷനാണ്. ആ ഡിസെപ്ഷൻ എന്ന് പറയുന്നത് ഹവ്വായോട് പറഞ്ഞത് ഓർക്കുക, ഏദനിൽ സ്റ്റാർട്ട് ചെയ്തത് ഹവ്വായോട് പറഞ്ഞത്, ഈ പഴം നീ പറിച്ചു ഭക്ഷിച്ചാൽ നീ എന്നേക്കും ജീവിക്കും, പിന്നെ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ കാണുന്ന വലിയൊരു ഡിസെപ്ഷനുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ട്രയംഫലിസം, അല്ലേ? ഡിസെപ്ഷൻ ഓഫ് ട്രയംഫലിസം എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ ഞാൻ ആയിക്കഴിഞ്ഞാൽ എനിക്ക് വിജയകരമായ ജീവിതം, പിന്നെ എനിക്കൊന്നും സംഭവിക്കില്ല. പണ്ടൊരു ദൈവദാസൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് പ്രസംഗിച്ചു, ദൈവജനത്തിന് ആക്സിഡൻ്റ് ഉണ്ടാകത്തില്ല, ആക്സിഡൻറ്റിൽ ദൈവജനം മരിക്കത്തില്ല. ഒരു വർഷത്തിനകം ഈ ദൈവദാസൻ ആക്സിഡൻറ്റിൽ മരിച്ചു. നിങ്ങൾക്ക് ആളെ അറിയാം, ഞാൻ അതുകൊണ്ട് പേരും നാളും ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത്, ഈ ട്രയംഫലിറ്റിക് മെസ്സേജസ് നമ്മെ ഡിസെപ്റ്റ് ചെയ്യുന്ന ഒന്ന് ഞാൻ ക്രിസ്തുവിലായാൽ ഞാൻ പ്രാർത്ഥിക്കുന്നതിനെല്ലാം എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മറുപടി തരുന്ന ഒരു ദൈവവും ജീവിച്ചിരിപ്പില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതിനെല്ലാം യേശുവിൻ്റെ നാമം പറഞ്ഞ് ഞാൻ എന്തു പ്രാർത്ഥിച്ചാലും അത് ചെയ്യാമെന്നല്ല, ദൈവഹിതപ്രകാരം ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് സ്വർഗം മറുപടി തരത്തുള്ളൂ. എൻ്റെ ഇഷ്ടത്തിനും
എൻ്റെ ആഗ്രഹത്തിനും എൻ്റെ ഭോഗ ഇച്ഛകൾക്കും അതിനനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമല്ല നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. ക്രിസ്ത്യൻ ലൈഫ് അവിടെ നാം നോക്കുക, ഈ ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 17 മുതൽ 20 വരെ. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 17 to 20. അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. വി ഹാവ് അതോറിറ്റി ഓവർ ഡിമോണിക് സ്പിരിറ്റ്. ഉണ്ടോ? ദൈവസഭയ്ക്ക് ഭൂതത്തെ പുറത്താക്കുവാൻ, പാമ്പുകളെ ചവിട്ടുവാൻ, മരണകരമായ യാതൊന്നും നിങ്ങൾക്ക് ഭവിക്കയില്ല. വേദപുസ്തകം തരുന്ന ബ്ലെസ്സിങ് അത്, നമുക്ക് തരുന്ന അതോറിറ്റി അത്, അല്ലേ? എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, വി ആർ ബ്ലെസ്ഡ് വിത്ത് എവറി സ്പിരിച്വൽ ബ്ലെസ്സിങ് ഇൻ ഹെവൻലി പ്ലേസസ്. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പുകളെ തേളുകളെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഭൂതങ്ങളെ പുറത്താക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹവും ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. അവിടെ പൗലോസ് പറയുന്നു, ഈ അത്യന്ത ശക്തി, ഈ ഡുനാമിസ് പവർ എന്ന് പറഞ്ഞാൽ ഏത് ഉയർന്നു നിൽക്കുന്ന മലകളെയും തകർക്കുവാൻ ശക്തിയുള്ള ഈ ഡൈനമൈറ്റ്, ഈ വലിയ ശക്തി ഞങ്ങളിൽ പകർന്നിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ്. അതുകൊണ്ടാണ് പൗലോസ് അടുത്തത് പറയുന്നത്, അതിൻ്റെ 8-ാമത്തെ വാക്യം നോക്കിക്കേ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ആ വാക്യങ്ങളൊക്കെ നോക്കിക്കേ. 8-ാമത്തെ വാക്യം പറയുന്നു, സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ. ആരാ? അധികാരം ലഭിച്ചവരോട് പറയുക, പാമ്പുകളെ തേളുകളെ ചവിട്ടുവാൻ അധികാരം ലഭിച്ച ദൈവസഭയോട് പറയുക, സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ. ആരോടാ പറയുന്നേ? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മെ നിറച്ചിരിക്കുന്ന ഒരു സഭയോട് പറയുന്നു, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ഈ വേദനകളൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ വരും. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പം രോഗികൾ വിടുവിക്കപ്പെടും എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കരുത്. ഞാൻ പ്രാർത്ഥിക്കുമ്പം രോഗികൾ വിടുവിക്കപ്പെടണം എന്ന് വരികിൽ അത് ദൈവത്തിൻ്റെ പ്ലാനാണെങ്കിൽ നടക്കും. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു രോഗി സൗഖ്യമായതുകൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകണമെന്നില്ല, അല്ലേ? നമ്മുടെയൊക്കെ ശുശ്രൂഷയിൽ എത്രയോ ശുശ്രൂഷകളിൽ രോഗികൾ സൗഖ്യമാകുന്നത് നാം കണ്ടിട്ടുണ്ട്. അടുത്ത സ്ഥലത്ത് ചെന്ന് ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് കൈവച്ചാൽ
നിയോഗമില്ലാതെ കൈവച്ചാൽ ഒന്നും സംഭവിക്കില്ല. കൈവച്ചു പോകാവുന്നേ ഉള്ളൂ. ഓർക്കുക, ഇതിൻ്റെ നടുവിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ഞാൻ എപ്പം മഹത്വം എടുക്കുവാൻ ഞാൻ ശ്രമിച്ചാലും ആ സമയത്ത് ദൈവം പറയും, കുഞ്ഞെ നീ കളിക്കുന്നത് എന്നോടാണ്. മഹത്വം എടുക്കുവാൻ നമ്മെ ആരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ആ ഭാഗത്തു നിന്ന് കുറച്ച് മുന്നോട്ട് പോയി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. അവിടെ പറയുന്നു, ആ സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ, സർപ്പം ഹവ്വായെ ചതിച്ചത് ഹവ്വായോട് പറഞ്ഞു, നീ ഇത് ഭക്ഷിച്ചാൽ നിനക്ക് പിന്നെ ഒരിക്കലും മരിക്കേണ്ടി വരത്തില്ല, നിനക്ക് ദൈവത്തെ പോലെയാകാം, നിനക്ക് ഈ ട്രയംഫൻ്റ് ആയിട്ട് എപ്പോഴും നീ വിജയിയായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ ഹവ്വായെ നമ്മുടെ വലിയ വലിയ അമ്മച്ചിയെ കളിപ്പിച്ചത് അതേ കളിപ്പീരാ ഇപ്പോഴും കളിപ്പിക്കുന്നത്. ഇപ്പം നമ്മളൊന്ന് പ്രാർത്ഥിച്ചു, ഒരു ചെറിയ വിടുതൽ സംഭവിച്ചു, നമ്മുടെ പ്രസംഗത്തിൽ ചെറിയ വിടുതൽ സംഭവിച്ചു. പിന്നെ ഞാൻ അങ്ങ് ട്രയംഫൻ്റ് ആകുക. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ പ്രസംഗിച്ചാലേ നടക്കത്തുള്ളൂ, ഞാൻ ശുശ്രൂഷിച്ചാലേ നടക്കത്തുള്ളൂ. ഓർക്കണം, ഞാൻ വെറും കഴുതയാണ്. ഞാൻ കഴുതയാണെന്ന് ഓർക്കാത്ത ഏത് ശുശ്രൂഷയും പരാജയമാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, എൻ്റെ പുറത്ത് അരുമനാഥൻ കയറിയത് കൊണ്ടാണ് എൻ്റെ മുൻപിൽ കുരുത്തോല ഇവർ വിരിച്ചിട്ടത്. ഈ കുരുത്തോല ഇവിടെ കിടക്കുമ്പം കഴുത ചിന്തിക്കരുത്, ഈ കുരുത്തോല കഴുതയ്ക്ക് വേണ്ടി ഉള്ളതാണെന്ന് കഴുത തിരിച്ചറിയണം. ഈ കുരുത്തോല എന്ന് പറയുന്നത് കഴുതയുടെ പുറത്തു കയറിയ ഒരുവനുണ്ട്, അവന് വേണ്ടി ഒരുക്കിയതാണെന്ന് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 4-ാമത്തെ വാക്യം നോക്കിക്കേ. ഒരുത്തൻ വന്ന, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ, അടുത്ത വാക്യം വായിച്ചേ, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. പൗലോസ് പറയുന്നത് എന്നാണെന്നറിയാവോ? ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപിൽ വരച്ച് കാണിച്ചിരിക്കെ വേറൊരു ക്രിസ്തുവിനെ വന്ന് ഒരുവൻ പ്രസംഗിക്കുമ്പം, വേറൊരു സുവിശേഷം വന്ന് പ്രസംഗിക്കുമ്പം, വേറൊരു സത്യം വന്ന് പറയുമ്പം, പൗലോസ് പറയും നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമെന്നാണ് പറയുന്നത്. എന്ന് പറയാൻ നിങ്ങൾ അവനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നത് എനിക്കങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. പൗലോസ് പറയുന്നത്, യു ആക്സെപ്റ്റഡ് ദാറ്റ്, യു പുട്ട് അപ്പ് ഇറ്റ് ഈസിലി എനഫ് എന്നാണ് പറയുന്നത്. അതിനോട് ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിക്കാതെ നിങ്ങളതിനെ സമ്മതിച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് പൗലോസ് പറഞ്ഞത്. കാരണം പൗലോസ് പറയുന്നത്, പൗലോസ് വരച്ചു കാട്ടിയ ഒരു ക്രിസ്തുവുണ്ട്. അതേതാണെന്നറിയാവോ? ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ വായിച്ചു നോക്കിക്കേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് പറയുന്നു, ക്രിസ്തുവിനെ വരച്ചു കാണിക്കുകയാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പൗലോസ് സഭയുടെ മുൻപിൽ വരച്ചു കാട്ടിയ യേശു ആരാന്നറിയാമോ? താഴ്മ അനുഭവിച്ചവൻ. പൗലോസ് വരച്ചു കാട്ടിയ യേശു ആരാന്നറിയാമോ? സ്വർഗത്തിൻ്റെ മണിമകുടമായിരുന്നവൻ. സ്വർഗത്തിൻ്റെ സകല മഹത്വവും വിട്ടേച്ച് താണലോകത്തിലേക്ക് ഇറങ്ങി
ജഡാവതാരണമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പൗലോസ് പറയുന്നു, ഐ ആം പ്രീച്ചിങ് ദാറ്റ് ക്രൈസ്റ്റ്. പൗലോസ് ഈ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, ദൈവം അവനെ ഏറ്റവും ഉയർത്തിയ കാര്യം അവിടെ പറയുമ്പോൾ അതിനു മുമ്പ് പറയുന്നു, ഏറ്റവും ഉയർത്തണമെന്ന് വരികിൽ ഇവൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തുവിൻ്റെ അനുസരണത്തിന് തികവിലാണ് ദൈവം അവനെ ഉയർത്തിയത്. പൗലോസ് പറയുന്നു, ഞാൻ വരച്ചു കാട്ടിയ ആ ക്രിസ്തുവിന് വിരോധമായി, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് വിരോധമായി, ക്രിസ്തുവിൻ്റെ താഴ്മയ്ക്ക് വിരോധമായി, ആ എംപ്റ്റിനെസ്സിന് വിരോധമായി, സർവവും സമർപ്പിച്ചതിന് വിരോധമായി ഒരു ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിട്ട് ഒരു സിംഹമായി, യഹൂദയുടെ സിംഹമായി മാത്രം വരച്ചു കാണിക്കുന്ന ഒരു ചിത്രം കണ്ടുകൊണ്ട് അതിൻ്റെ മുൻപിൽ നിങ്ങൾ സമർപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു എന്നാ പൗലോസ് അവിടെ പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എന്നിട്ട് പൗലോസാ പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പൗലോസ് പറയുന്ന എൻ്റെ ഉത്തരവാദിത്വമാണ്, ഈ സഭ ക്രിസ്തു എന്ന ഏക പുരുഷന് ബിട്രോത്ത് ചെയ്തിരിക്കയാൽ, വിവാഹ നിശ്ചയം ചെയ്തിരിക്കയാൽ, കാഹളം ധ്വനിക്കുന്നത് വരെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് ഈ സഭ പോകരുത്. അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാ എന്നാണ് അവിടെ പറയുന്നത്. അവിടെ കൊരിന്ത് സഭ ദുരുപദേശത്താലും കള്ള സഹോദരന്മാരാലും പാതിവൃത്യം നശിപ്പിക്കാതെ അവരെ സംരക്ഷിച്ച് ക്രിസ്തുവിന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുന്ന ദൗത്യം പൗലോസ് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം, Revelations chapter 19 verse 7 and 8. Yes. അവിടെ കൃത്യമായി പറയുന്നു, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കാന്ത എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? കാന്ത തന്നെത്താൻ ഒരുക്കിയത് എങ്ങനെയാ? അവൾക്ക് വിശേഷ വസ്ത്രം, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. അങ്ങനെയാണെന്ന് വരികിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവസഭ, ഇഫ് ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ ബ്രൈഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശേഷ വസ്ത്രം ധരിച്ച് വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാൽ സ്വയം അലങ്കൃതമായി ദൈവസഭ മുന്നോട്ട് പോകണം. അതുകൊണ്ട് പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളിൽ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്. 2 Corinthians chapter 5 verse 17 and 18. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അടുത്ത വാക്കെന്നറിയാവോ? പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ ഇറ്റ് ഈസ് നോട്ട് എ റെനോവേഷൻ, ഇറ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ. എപ്പോഴും നമ്മൾ മലയാളത്തിൽ പറയും, ഏച്ചു കെട്ടിയാൽ മുളച്ചിരിക്കും. ഉറപ്പാണ്. നമ്മളിവിടെ റെനോവേഷൻ ചെയ്യാൻ പോകുമ്പോഴും പലരും പറഞ്ഞ ഒരു കാര്യമാണ്, റെനോവേഷൻ എപ്പോഴും പഴയതിൻ്റെ ഒരു മണമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനെ ദൈവം ഒന്ന് റെനോവേറ്റ് ചെയ്തെടുത്തെന്നല്ല പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് അവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ആ കന്യക പുരുഷനോട് വിശുദ്ധയായിരിക്കുന്നത് പോലെ തന്നെ ദൈവസഭയും ഉടമ്പടി കഴിഞ്ഞാൽ
ദൈവത്തോട് വിശുദ്ധയായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഇവിടെ സഭയെ കർത്താവിൻ്റെ കാന്തയായിട്ട്, സഭയെ ബ്രൈഡായിട്ട് കാണിക്കുകയാണ്. ഇപ്പം ഉഭയസമ്മതം ചെയ്തു കഴിഞ്ഞാൽ, ആ മൊമെൻ്റ് മുതൽ, ഞാൻ റീനിയുമായി ഉഭയസമ്മതം ചെയ്ത ആ മൊമെൻ്റ് മുതൽ പഴയത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കഴിഞ്ഞേച്ച് ഐ നീഡ് ടു ബി കംപ്ലീറ്റ്ലി ഡിവോട്ടഡ് ടു ഹെർ. അതേ കാര്യമാണ് ഇവിടെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പറയുന്നത്. പലപ്പോഴും ഈ വിവാഹ ബന്ധങ്ങൾ തകരാനുള്ള കാരണം എന്തുവാ? പലപ്പോഴും പഴയതെല്ലാം പൊക്കിക്കൊണ്ട് വരുമ്പോഴാണ്. പഴയ കാര്യം ഓർക്കുമ്പോഴും ഓർപ്പിക്കുമ്പോഴും ആണ് ഈ കുടുംബജീവിതം തകരുവാൻ കാരണമായി തീരുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഇപ്പം സഭ ക്രിസ്തുവിൻ്റെ കാന്തയാണെന്ന് വരികിൽ, ദ മൊമെന്റ് ഐ ആക്സെപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ്, അതുവരെയുള്ള എൻ്റെ എല്ലാം കർത്താവ് മറന്നിട്ട് എന്നെ സ്വീകരിക്കുന്നു. പൗലോസ് പറയുന്നത് ഈ സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാന്ത. ഈ വിവാഹ ബന്ധത്തോടുള്ള ബന്ധത്തിലാണ് പൗലോസ് ഇത് ഓർപ്പിക്കുന്നത്. 10 മിനിറ്റുകളുണ്ട്. നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്കൊന്ന് വരാം. എഫേസ്യ ലേഖനം, ഞാനിവിടെ ഒരു വിവാഹ പ്രസംഗമൊന്നും പ്രസംഗിക്കുകയല്ല, എന്നാൽ ഇത് പഠിക്കേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യമാണ്. എന്നാൽ അവിടെ നമുക്കെല്ലാം അറിയാവുന്നതല്ലേ, വായിക്കണോ വേണ്ടല്ലോ. ഈ എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 21 മുതൽ 22 വരെ, ആ 21st വേഴ്സ് അവിടെ ഒന്ന് കീപ്പ് ചെയ്തേക്കണേ. ഈ ഭാഗത്ത് സ്ത്രീയുടെ കടമ എന്തുവാ? പറഞ്ഞോ ആൻറ്റിക്ക് മാത്രമേ ഉള്ളൊരു ധൈര്യം, പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. പുരുഷന്റെ ഉത്തരവാദിത്വം എന്തുവാ? ഏതെങ്കിലും സഹോദരന്മാർ പറഞ്ഞേ എന്തോ? ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണമെന്നോ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തൻ്റെ ഭാര്യമാരെ സ്നേഹിക്കണം. അങ്ങനെയാണെന്ന് വരികിൽ കീഴ്പ്പെടേണ്ടതാരാ? സ്നേഹിക്കേണ്ടതാരാ? അങ്ങനെയാണോ വേദപുസ്തകം പറയുന്നത്? ആണോ? ഓ, ക്ലീറ്റസൊക്കെ എന്തോ ബോൾഡായിട്ട് അത് പറയുന്നേ. എന്നാൽ എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം ക്ലീറ്റസ് ഒന്ന് വായിച്ചാട്ടെ. ആ മൈക്ക് കേൾക്കുന്ന പോലും ഇല്ല. Submitting to one another in the fear of God. Submitting to one another in the fear of God. ഇപ്പം സബ്മിഷൻ ആർക്കാ ഉള്ളത്? എന്തോ? 2 പേർക്കും അല്ലേ? പലപ്പോഴും നമുക്ക് തെറ്റായി പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ വിവാഹ ജീവിതത്തിൻ്റെ കാര്യം, നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. വിവാഹ ജീവിതത്തിൻ്റെ കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, ബിഫോർ ഹി സ്പീക്സ് അബൌട്ട് ഇറ്റ്, പൗലോസ് കൊണ്ടുവരുന്ന ഒരു കാര്യം എന്നാണെന്നറിയാവോ? സബ്മിറ്റ് ടു വൺ അനദർ ഔട്ട് ഓഫ് റെവറൻസ് ഫോർ ക്രൈസ്റ്റ്. പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. ഇന്നൊരു പക്ഷേ ഇവിടെ കൊണ്ട് നിർത്തേണ്ടി വരും. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഇപ്പം അവിടെ ഈ സഹോദരിമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പദമാണ് ഈ സബ്മിഷൻ എന്ന് പറയുന്നത്. ഇവിടെയുള്ളവരുടെ അല്ല, പുറത്തുള്ളവരുടെ. എന്തോ ഒക്ലഹോമയിലെ അവർ കേൾക്കരുത്. ഇവിടെ സബ്മിഷൻ എന്ന പദം പലപ്പോഴും അതിനെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ സബ്മിഷൻ എന്ന പദം അതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഹിപ്പോറ്റാസോ എന്ന വേർഡ്. ഹിപ്പോറ്റാസോ എന്ന വേർഡ് അതിൻ്റെ റൂട്ട് വേർഡ്.
ഹിപ്പോടാസോ എന്ന് പറഞ്ഞാൽ that doesn't mean slavery. That doesn't mean a forced action. ആ ഹിപ്പോടാസോ എന്ന് പറയുന്നത്, ഹിപ്പോ എന്ന പദം അതിൻ്റെ അർത്ഥം അണ്ടർ ഓർ ബിസൈഡ്. ഹിപ്പോ മീൻസ് അണ്ടർ ഓർ ബിസൈഡ്. ടാസോ മീൻസ് ടു അറേഞ്ച് ഇൻ എ പ്രോപ്പർ മാനർ. അങ്ങനെയാണെങ്കിൽ സബ്മിഷൻ എന്ന് പറയുന്നത് ടു കം അണ്ടർ, ടു കം ബിസൈഡ് someone, to lift them up. Submission is coming under or beside your spouse to give them support and give them strength. Submission എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പൗസിന് സപ്പോർട്ട് ചെയ്യാൻ, സ്പൗസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, സ്പൗസിനെ എൻകറേജ് ചെയ്യാൻ. ഈ ഹിപ്പോടാസോ എന്ന പദത്തിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്നറിയാവോ? ഈ മോശ പർവ്വതത്തിൽ കയറി പ്രാർത്ഥിക്കാൻ കരമുയർത്തി നിൽക്കുന്നുണ്ട്. കരമുയർത്തി നിൽക്കുമ്പം അഹരോനും ഹൂരും എന്താ ചെയ്തെന്നറിയാവോ? ഇവൻ്റെ കൈ താന്നു പോകാതെ, കാര്യം മോശയുടെ കൈ താന്നു പോയാൽ ജനം പരാജയപ്പെടും. ജനം അവിടെ പരാജയപ്പെടുന്നത് കൊണ്ട് മോശ കൈപൊക്കി നിൽക്കുക. മോശ കൈപൊക്കി നിൽക്കുമ്പം they come under their arm and support their arm. മനസ്സിലായോ? മോശയുടെ കൈ താണുപോയാൽ ജനം പരാജയപ്പെടും. ഭർത്താവിൻ്റെ കൈ താണുപോയാൽ കുടുംബം പരാജയപ്പെടും. അതുകൊണ്ട് ഭാര്യ എന്താ ചെയ്യുന്നതെന്നറിയാവോ? കം അണ്ടർ ഹിം, കം അണ്ടർ ദ ഹാൻഡ്, കം അണ്ടർ ദ ആം ആൻഡ് സപ്പോർട്ട് ഇറ്റ്. അതാണ് ഹിപ്പോടാസോ എന്ന് പറയുന്നത്. അതാണ് സബ്മിഷൻ എന്ന് പറയുന്നത്. സബ്മിഷൻ എന്ന് പറയുമ്പം നമ്മൾ സോഫയിൽ അവിടെ എഴുന്നേച്ച് എടി കാപ്പി കൊണ്ടുപോവാ എന്ന് പറയുന്നതല്ല സബ്മിഷൻ. അതല്ല, നമ്മളാരും ഇവിടെ ചെയ്യത്തില്ല. അതല്ല സബ്മിഷൻ. സബ്മിഷൻ എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് ഉയർന്നിരിക്കണം, എൻ്റെ ഭർത്താവ് ഉയർന്നിരിക്കണം, എൻ്റെ ഭർത്താവിന് ബഹുമാനം ലഭിക്കണം. അതുകൊണ്ട് ഐ കം. കാരണം ഭർത്താവ് ഭാര്യയോട് കാണിക്കുന്ന ഇമോഷൻ എന്താണെന്നറിയാവോ? നമ്മൾ പറയും സ്നേഹമെന്ന്. സ്നേഹമല്ല, അഗാപ്പേ ലവ് എന്ന് പറഞ്ഞാൽ ദൈവം സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക. ദൈവം സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയാവോ? തന്നെത്താൻ ഒഴിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇഫ് ഐ ഡൈ ഐ വാണ്ടഡ് ടു പ്രൊട്ടക്റ്റ് ഹെർ എന്നുള്ള ഒരു ആശയം അവിടെ വരുന്നത്. അവിടെ പറയാം തന്നെത്താൻ ഒഴിച്ച്, സ്വയം ഒഴിച്ച്, തന്നെത്താൻ സമർപ്പിച്ച്. നമ്മൾ എഫേസ്യ ലേഖനം നോക്കുന്നുണ്ട് കേട്ടോ. ഭാര്യയെ സ്നേഹിച്ചതുപോലെ, സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് അഗാപ്പേ ലവ് ഭാര്യയോട് കാണിക്കുമ്പോൾ ഭാര്യയ്ക്കറിയാം ഭർത്താവ് എന്നെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കുന്നില്ല, എന്നെ മാത്രമേ എൻ്റെ ഭർത്താവ് സ്നേഹിക്കുന്നുള്ളൂ, എൻ്റെ ഭർത്താവിന് ഞാനാണ് ഏറ്റവും വിലപ്പെട്ടത് എന്ന് ഭാര്യയ്ക്ക് ഉറപ്പുണ്ടെന്ന് വരികിൽ നമ്മൾ എന്തു പറഞ്ഞാലും ഉറക്കെ പറ, ഒരു ധൈര്യമില്ലല്ലോ, അവരനുസരിക്കും അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് ഹിപ്പോടാസോ. ഹിപ്പോടാസോ എന്ന് പറയുന്നത്, ഈ സബ്മിഷൻ എന്ന് പറയുന്നത് ഞാൻ ഡിമാൻഡ് ചെയ്തെടുക്കുന്നതല്ല, മറിച്ച് എൻ്റെ സ്നേഹത്തോടുള്ള ഭാര്യമാരുടെ മറുപടിയാണ് സബ്മിഷൻ എന്ന് പറയുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ ഒരു ബുദ്ധിമുട്ടും വരും എന്ന് ഞാൻ കരുതുന്നില്ല. അല്ലാത്ത കേസുണ്ട്. അതിലേക്ക് നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്കത് ചിന്തിക്കാം. ഭർത്താക്കന്മാർ ഇപ്പം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് അവിടെ പറയുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പിൻ. അവിടെ പറയുന്ന വൈഫ്സ് സബ്മിറ്റ് യുവർ ഹസ്ബൻഡ് ആസ് ടു ദ ലോർഡ്, കർത്താവിനെന്ന പോലെ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സഭ കർത്താവിന് കീഴ്പ്പെട്ടതുപോലെ
സ്വന്തം ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ കീഴ്പ്പെട്ടിരിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഈ ഗ്രക്കോ റോമൻ, ഈ പൗലോസ് ഇത് എഴുതുന്നത് ആ സാഹചര്യത്തിൽ ഈ ഗ്രക്കോ റോമൻ സൊസൈറ്റിയിൽ അവർ പഠിപ്പിച്ചിരുന്നതും ഇന്നത്തെ ഈ ഇസ്ലാമിക ചിന്തകളുടെ ഒരു ഭാഗം അവിടെയുണ്ട്. അവർ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൈഫ്സ് ഹാഡ് ദ ഒബ്ലിഗേഷൻ ടു ദ ഹസ്ബൻഡ്. തിരിച്ചില്ല. പക്ഷേ അതുകൊണ്ടാണ് പൗലോസ് ആ വേഴ്സ് 21 അവിടെ കൊണ്ടുവന്നത്. സബ്മിറ്റ് ടു വൺ അനദർ ഇൻ ദ റെവറൻസ് ഓഫ് ക്രൈസ്റ്റ്. പൗലോസ് അവിടെ അത് പറവാൻ കാരണം എന്നാണെന്നറിയാവോ? അന്നത്തെ കാലത്ത് അവർ ചിന്തിച്ചിരുന്നത് ഭാര്യമാർ കടപ്പെട്ടിരിക്കുന്നു, ഭർത്താക്കന്മാർക്ക് എന്തും ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ, ആ സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റെവല്യൂഷണറി അപ്രോച്ച് അവിടെ കൊണ്ടുവരുന്നത്. അവിടെ ആ റെവല്യൂഷണറി അപ്രോച്ച് കൊണ്ടുവന്നേച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദ ബേസിസ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഈസ് സബ്മിറ്റ് ടു വൺ അനദർ. പരസ്പരം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നു. അൺകണ്ടീഷണൽ ലവിനോടുള്ള റെസ്പോൺസാണ് സബ്മിഷൻ എന്ന് പൗലോസ് അവിടെ പറയുന്നത്. പൗലോസ് അവിടെ പറയുന്നത് അൺകണ്ടീഷണൽ ലവ്, തന്നെത്താൻ ഒഴിച്ച് ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിൻ്റെ മുൻപിൽ ഭാര്യ സമർപ്പിക്കുന്നത് പോലെ ദൈവദത്തമായ ലഭിച്ചിരിക്കുന്ന അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്യാതിരിക്കണം എന്ന് വരികിൽ, ഈ ദൈവത്തിൻ്റെ പ്ലാനിൽ, കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനിൽ ഭർത്താക്കന്മാരാണ് പുരോഹിതന്മാർ. അതിപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദാറ്റ് ഈസ് ഹൗ ഗോഡ് പ്ലാൻഡ് ദ ഫാമിലി. ദൈവത്തിൻ്റെ ഹൈറാർക്കിയിൽ ക്രിസ്തു സഭയുടെ തല, സഭ ശരീരം എന്നുള്ള ആ ഹൈറാർക്കിയാണ് വരുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് ഭർത്താക്കന്മാരാണ്. ആ ഭർത്താക്കന്മാർക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. ആ ദൈവദത്തമായി ലഭിച്ചിരിക്കുന്ന അധികാരങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കണമെന്ന് വരികിൽ, അതിനുവേണ്ടിയാണ് അധികാരങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കാനാണ് പൗലോസ് പറഞ്ഞത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ കൊലോസ്യ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഡു നോട്ട് ബി ഹാർഷ് വിത്ത് ദം. അവരെ മുഷിപ്പിക്കുന്ന സ്വഭാവം എടുത്തോണ്ട് വരരുത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. 1 പത്രോസ് 3:7 പറയുന്നുണ്ട്, വിവേകത്തോടുകൂടെ വസിക്കണം. ഇപ്പം അങ്ങനെയാണെന്ന് വരികിൽ വിവേകത്തോടുകൂടെ ഭർത്താക്കന്മാർ വസിക്കേണ്ടത് ആവശ്യമാണെന്ന് വരികിൽ ഭാര്യമാർ ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് വരികിൽ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സഭയും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ മുൻപിൽ സ്വയം സമർപ്പിക്കണം. സഭ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ കൂടെ പറയണം, പക്ഷേ അത് അടുത്ത ആഴ്ചയിൽ വർഷിപ്പ് ടീം, can someone call the worship team? ദൈവസഭ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ മുൻപിൽ സ്വയം സമർപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് ലേഖനത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ ദൈവത്തോടുള്ള ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഞ്ചിക്കപ്പെടാതിരിപ്പാൻ ദൈവജനം സമർപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ കാന്തയ. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കാന്തയാണെന്ന് വരികിൽ, ഒരു ഭാര്യ ഒരു കുടുംബത്തിൽ എങ്ങനെ വർത്തിക്കണം,
അതുപോലെയായിരിക്കണം സഭ ക്രിസ്തുവിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്. എഫേസ് ലേഖനം അത് 5-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ കൃത്യമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാനിത് ക്രിസ്തുവിനെയും സഭയെയും ചൊല്ലി സംസാരിക്കുന്നു എന്ന് ഓർപ്പിക്കുന്നു. അങ്ങനെയാണെന്ന് വരികിൽ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം? അതിനനുസരിച്ചായിരിക്കണം ദൈവസഭയിൽ വർത്തിക്കേണ്ടത്.